നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഹദീസിൽ ചൊന്നുല്ലേ, റഅയ്തു ഖൗമൻ മിൻ ഉമ്മത്തി, നന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗത്തെ ഞാൻ കണ്ടോണ്ടുള്ള പ്രത്യേക സ്വഭാവമുള്ള ഒരു വിഭാഗമുണ്ട്. ആ വിഭാഗത്തെ പ്രത്യേകത്തെ എന്തോ ഉഹിബ്ബുഹു, ഞാൻ അങ്ങളെ പിർസബൈക്കിട, വയുഹിബ്ബൂനനി അക നണ്ടും പിർസബൈക്കിടാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിർസബിച്ചിട്ടല്ലേ നന്റെ വാളുക വിളിച്ചപ്പ ഞാൻ ഓടിയോണ്ടുടകെത്തിയോ. ഈ സ്റ്റേജിലുള്ളങ്ങം ദച്ചിറാദറ പേരിലല്ലേ SSF ബാലക്കാരങ്ങ അങ്ങ് സ്വലാത്ത് വാർഷികത്തെ പ്രോഗ്രാം നടത്തുകൊള്ള കാരണം എന്തോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലെ പിറസ വെച്ചിട്ടല്ലേ. അങ്ങനെ ഒരു പ്രോഗ്രാം ആക്കിയപ്പ എല്ലാരും വന്നിട്ട് ഈ സദസ്സിൽ കൂടി തന്നാറ്. എന്തേ കാരണ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ട പിറസ വെച്ചിട്ടല്ലേ. എങ്കിൽ തങ്ങജന്തു ഒരു വിഭാഗ ആൽമാറ് അങ്ങനെ നാണ് പിറസ ബൈക്കിട, വയുഹിബ്ബൂനനി അങ്ങ് നണ്ടും പിറസ ബൈക്കിടാറ്. അല്ലാഹു അക്കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തി തരട്ടെ. ഈ രണ്ട് വിഭാഗത്തിൽ ഞങ്ങൾ പെടണു. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഞങ്ങളെ പിറസ വയ്ക്കണു. ആ കൂട്ടത്തിൽ പെടണം. ടാസവല്ലങ്ങ കൈവയ്ത്തോറ നോക്കാം. യൗമ്മ വൈത്തലും നോക്കറുള്ള. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു അങ്ങനെ പെടുത്തി തരട്ടെ. രണ്ട് നങ്ങ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പിറസ വയ്ക്കണു. അതിൽ പെടണം ടാസവല്ലങ്ങ. പഷ്ടതർക്കാണ്ട് ഇപ്പത്തത്തിൽ സ്ട്രോങ് കൊറടി ഉണ്ടുകൊണ്ടായിത്താങ്കു. അതുകൊണ്ട് മെല്ലെ 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 അതെ രണ്ടും ഒന്ന് തങ്ങ ഞങ്ങളെ ഇഷ്ടപ്പെടണം, ഞങ്ങൾ തങ്ങളെ ഇഷ്ടപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞന്തു അങ്ങനത്തെ ഒരു വിഭാഗ ഉമ്മത്ത് നക്കുള്ളാറ്. അങ്ങ നന്റെ ഇഷ്ടപ്പെടാറ്, നാണും മങ്ങളെ ഇഷ്ടപ്പെടേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ല നോക്കറു. നിങ്ങ അങ്ങനെ സ്വഭാവ എന്തോ കാലി സ്വലാത്തറ ഭാഗ്യ മാത്ര അല്ല, സ്വലാത്ത് മാത്ര ചൊന്നെങ്കി മയ്യാവാല. സ്വലാത്ത് ചൊല്ലണു, സുന്നത്തിങ്ങ ഞങ്ങളെ ലൈഫിൽ എടുത്തിട്ട് കാണണു. അതൊരൊട്ടികെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജന്തു അങ്ങ നണ്ട പിർസ വെച്ചങ്ങാവണ, നാണങ്ങളെ പിർസ ബൈക്കൊണ. യതനാസ്വഹൂൻ, എല്ലാവർക്കും നല്ലത് മാത്രം കിട്ടണോട്ടങ്ങ് ആഗ്രഹിക്കണോ. എല്ലാവർക്കും നല്ലത് മാത്രം പറയണു. ആർക്കും ഒരു കഷ്ടപ്പാട് പറകു തീറ, ആർക്കും ഒരു തൊന്തര പറകു തീറ, ആർക്കും ഒരു സമസ്യ പറകു തീറ. എല്ലാവർക്കും നല്ലത് മാത്രം പറയണോട്ടങ്ങ് ആഗ്രഹിക്കണോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലു. അതുകൊണ്ടല്ലേ ഇത് സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു ജമാദിൽ ഊലാ തിങ്ങലല്ലേ. റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങളെ തിങ്ങലല്ലേ. ആ റിഫാഇ ശൈഖ് തങ്ങളെ റിഫാഇ മാലല കണ്ടില്ലേ. നന്റെ വളരെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ചൊന്നു അതാ പാടിട്ട് കേപ്പാട്ടില്ലേ. കേഫാൻ ഫർള് നമുക്കവർ ഫോരീഷ, കേഫീൻ മനുഷ്യർ കബീറുടെ ഫോരീഷ. ആ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുടെ ഫോരീഷ മഹത്വ അത് ഞങ്ങൾ കേൾക്കേണ്ടത് ഞങ്ങളെ കർത്തവ്യമായിട്ടിക്കീട്, ഞങ്ങളെ ബാധ്യത ആയിട്ടിക്കീട്. ചൊന്നിങ് അത് വാജിബുണ്ട ഫർളുണ്ടല്ല, ഞങ്ങൾക്ക് മഹാണ്ടൊട്ടികളൊരു കടപ്പാടില്ലേ. ആ കടപ്പാട ഭാഗമായിട്ടിക്കിട മഹാന്റെ പോരിഷ ഞങ്ങൾ കേൾക്കണു. വലിയ മഹത്വമുള്ള മഹാനല്ലേ. എന്നിട്ടതാ മഹാന്റെ പവർ ചെന്ന കൂട്ടത്തില് കിതാബില് കണ്ട് മഹാനതാ ഒരു തോട്ട പാണ്യാക്കുക ഭർത്തായിട്ട്. അണ്ടത്തെ കാലത്തില് ജീവിച്ചിട്ട് ഇന്ന് ഇസ്മായിൽ ചൊല്ല ഒരാള് അയാൾ ഒരു വലിയ തോട്ട ഇന്ന് ആ തോട്ട പാണ്യാക്കുക അത് എടുക്കുക മഹാന് ഭർത്തായിട്ട്. അപ്പ ആ ഇസ്മായിൽ ചൊല്ലയില് ചൊന്തു തോട്ട നാന് ബിക്കണ, നക്ക് ദുനിയാവിടെ പൈസ അകത്യയില്ല. കാരണം എന്തേ, നന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടോ. അതേ ടൈമില് നക്ക് വേണായതെന്തോ നക്ക് സ്വർഗ തണ്ടായിട്ട് നിങ്ങ ഗ്യാരണ്ടി ചെന്നാറാ. എങ്കിലതാ നാന് നിങ്ങൾക്ക് തോട്ട ബിക്കടേ. വേറെന്തും വേണ്ട,
ദുനിയാവിടെ പൈസ എന്തു നക്ക് തരണ്ട, കാരണം നന്റെ കയ്യിൽ അത്ര പൈസ ഉണ്ടു, ഉള്ള പൈസമേ എന്തരാക്കോണോട്ട് കൊന്തില്ലേ. അതുകൊണ്ട് നന്റെ തോട്ട നാ ബിക്കോണ എങ്കിൽ സ്വർഗ തറുവാറ, സ്വർഗ തന്നെങ്കിൽ നാ തോട്ട വിക്കുവേ. ഇസ്മായിൽ ചൊല്ലെ ആ നല്ല മനുഷ്യ അയാൾ അങ്ങനെ ചൊന്തുലിപ്പായി ശൈഖ് റളിയല്ലാഹു അൻഹു ഒട്ടിಗೆ സ്വർഗ തന്നെങ്കാവും നനബിക്കട തോട്ടത്തിൽ അല്ലേ. കുറെ ആൽമാരല്ല ഖബറിൽ കിടന്നിട്ടുള്ള രംഗ കാണുമ്പോ എന്തൊരു സന്തോഷാവുണ്ട്. ആ പക്കത്തില് ഒന്ന് ഉറങ്ങുക ഒരു ചാൻസ് കിട്ടിയെങ്കാണ്ട്. നാമുഞ്ഞാണ്ട് ജാമിയ സാദിയ അറബിയ ആ സംസ്ഥക്ക് വാളുക പോയിന്നെ. സാദിയ സമ്മേളനത്തെ പ്രചാര ഭാഗമായിട്ട് 22, 23, 24 താരീഖില് ജാമിയ സാദിയയുടെ സമ്മേളന പുറകു പോണ്ടു. എല്ലാരും പോയിട്ട് കൂടണു. അള്ളാഹു അത് നല്ല യശസ്വിയുള്ളതാക്കി തരട്ടെ. അണ്ട് ആ വാള് കലിഞ്ഞിട്ട് ഞാൻ അതാ അവിടെ പിന്നെ സിയാറത്തുക്ക് പോയ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ എം.എ. ഉസ്താദ്, അള്ളാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. എം.എ. ഉസ്താദ് നാമുഞ്ഞാണ്ട് ജോഗി വെട്ടിൽ വന്നപ്പോ ഞാൻ വിശേഷം കണ്ട് അണ്ട് എം.എ. ഉസ്താദിന്റെ ഖബർ സിയാറത്താക്കോ പോയപ്പാ എം.എ. ഉസ്താദ് ഖബർ മുട്ടത്തില് അതറപ്പുറം ഉണ്ടാണ്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ. 504 ഖബർ കാണ്ട് എം.എ. ഉസ്താദിന്റെ ഖബർ തെല്ല് വ്യത്യസ്തമായിട്ട് ഖബർ കാണ്ട് ബാക്കി ഒരു 4 ഖബർ 5 മുട്ട കാണ്ട്. അപ്പൊ ഞാൻ സിയാറത്ത് കഴിഞ്ഞിട്ട് അവിടെ കേട്ട ഇത് ആരെ ഖബറുണ്ട് കേട്ടപ്പ ഒന്ന് ജാമിയ സൈദിയത്തുക്ക് പക്ക കൊടുത്തേ കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി അയാലെ ഖബർ, പിന്നൊന്നു അയാലെ പെഞ്ഞയുടെ ഖബർ, പിന്നൊന്നു മോല ഖബറു, പിന്നൊന്നു മർമോന്റെ ഖബറു. എന്തൊരു റാഹത്തിൽ അങ്ങ് ഉറങ്ങിട്ടുള്ളാർ അവിടെ. ಅದರ ಉಲ್ಗ ಇಪ್ಪ ನಂಗೆ ಕಾಣ್ಲೆಂಗಲೂ ಪರ್ತರದ ಕೊರಿಯ ತೆಳಿವಲ್ಲಿ ಉಲ್ಗತ್ತದಕ್ಕೆ ಎಂದೇ ಕಾರಣ അവിടെ എപ്പോഴും മുത്താലിമീങ്ങ വന്നോണ്ടും ഓതിയോണ്ടും എം.എ. ഉസ്താദിനെ മുട്ട പണ്ടോ അവിടെ യാസീൻ ഓതിട്ട് ദ്വാരക്കടെ സായദി 6 വിസിറ്റ് ആക്കോ ಬಂದೆಂಗ അവിടെ പോണ്ടാറ്. അഞ്ഞ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ് എം.എ. ഉസ്താദിക്ക് മാത്രം ഹദിയാക്കുവാർ ആ ഓതിയത് ഇല്ല, ഇങ്ങനെ പേരിലെല്ലാം ഹദിയാക്കിട്ട് ദ്വാരക്കില്ലേ. എന്തുകൊണ്ട് അയാൾക്ക് അങ്ങനെ ഒരു നസീബ് കിട്ടിയിട്ട് അയാൾക്ക് നസീബ് കിട്ടിയപ്പ ഷക്കലടിക്കിടയല്ലേ ഞങ്ങ എന്തടിക്കിടേ ഷോക്കടിക്കിടല്ല, അത് വേറെ. ഇപ്പൊ കൊറിയ മക്കങ്ങെല്ലാരും എല്ലാരും അബ്ബട വലയ്ക്കില്ലേ ഇക്കിടാറാ കൊറിയങ്ങ കാക്കട ഷേപ്പ് പണ്ട് മർമോണത് കാക്ക ചെന്നെങ്കിൽ പെഞ്ഞയുടെ അബ്ബല്ല, പിന്നെ സ്വന്തം ഉമ്മടെ ആങ്ങലുടെ ഒരു റൂപ്പ മോത്തുല് കാണ്ട് മർമോണ്ട് കാക്കട റൂപ്പ മർമോണ് കാണ്ട്. അപ്പൊ വന്ന് നോക്കടങ്ങെല്ലാരും ഈ പെത്ത സാർത്ത് ഒരു കാര്യമായ ചർച്ച ഒന്നുണ്ട് ഇല്ലേ. എന്താ ചർച്ച? അബ്ബട വലമ എന്തെങ്കിലും ഉണ്ടാത്ത അബ്ബട വലമ ഉമ്മടെ വലമ ഓണ അബ്ബട വലമേ ബെർജകൂ ചൊല്ലേ ഒട്ടറാജി ബായിൽ വന്ന് ചൊല്ലേമേ അബ്ബട പോലെ. പിന്നെ നോക്കുമ്പോ ഒരു ഉമ്മടെ പോലെ. പിന്നെ എന്തും തിരിഞ്ഞില്ലെങ്കിൽ പെണിങ്ങ ചൊല്ലുന്നില്ല അതിപ്പ ഗൊന്താവില്ലടി തെൽ വെള്ളിയായി പിന്നെ ഗൊന്താവിടോ. ഇത് പെറ്റ ഉമ്മ കിടാവിടെ കയ്യിൽ പിടിച്ചിട്ട് ബന്നായി മറ്റേ കേട്ടെത്ത് നോക്ക ചൊല്ലു നോക്ക ആരെ പോലെ നന്റെ പോലെ അയാളുടെ പോലെ നോക്ക ചൊല്ലോ കിട്ടിയോണ്ടില്ല ഈ മോകു ആരെ ബന്ന് നോക്കിയേ മോക ലാസ്റ്റ് ടൈം ഒരു കമന്റ് എന്തേ അതിപ്പ അങ്ങനെ ഗൊന്താവില്ലടി തെല്ല് കിടാവ് വെള്ളിയാവണ്ടി. അങ്ങനെ മർമോണ്ട മീത്തു ರೂಪ ಮೀತು ತೆಲ್ಲು ಕಾಕಡ ರೂಪ ಮೀತು ಮರ್ಮೋಣಗ ಬಂತ ಅಪ್ಪ ಚೊಲ್ಲೆಂಡೊಂದುಂಡು ಎಂದ್ರೋ ಓಣಗು ತೆಲ್ಲು ಕಾಕಡ ಸಕಲಡಿച്ചിറാണ്ട് സക്കല് ചെന്നെങ്ക ರೂಪ അങ്ങനെ ഇപ്പൊ പോകിത്തല്ലേ ഓണുക തെല്ല് കാക്കട ರೂಪ കാക്കട പോലെ കണ്ടോ ഉമ്മടെ പോലെയും ഇല്ല അബ്ബടെ പോലെ ഇല്ല കാക്ക ഉമ്മടെ ആങ്ങലടെ പോലെ അങ്ങനെയല്ല. അതിപ്പോ എന്തിക്കുന്നാ ചൊന്നി ഇപ്പൊ ശക്കലിന്റെ വിഷയ എന്ത് ചെന്നേ ഒന്ന് ചൊല്ലൊരു ജോറ് ചൊല്ലറോ MTS സാഹിദിയ അപ്പ മാപ്പിലേക്ക് അങ്ങനത്തെ ഒരു ചാൻസ് കിട്ടുമ്പോ നോക്കുള്ള പെഞ്ഞയും അവിടെ കിടന്നില്ലേ അയിമ മീത്തു ಬೇರೆ ആരമ പെഞ്ഞയായിട്ടില്ലെങ്കിൽ ആ ഓത്ത് കിട്ടാത്ത അല്ല വിഷയമുണ്ട് അല്ല ഒക്കല്ലേ
മർമോണുക്ക് കിട്ടില്ലേ, മൂല മാപ്പിളേക്ക് കിട്ടില്ലേ, അയാളുടെ ഒരു നസീബ് നോക്കോറു എന്തേ അയാളുടെ മേ മൂലമെങ്കിലാവണ. അതേന്നാ ചൊന്നേ ഒരാളൊരു നല്ലതാക്കിയെങ്കിൽ ഇടീ കുടുംബത്ത് അതര സന്തോളം അതര ബറക്കത്ത് കാണ്ട് ലേ കൊറിയ മുന്നോലു ഒരു മോത്തു ഞാൻ പോയ നിസ്കരിച്ച് പള്ളിയുടെ പുറത്ത് വരുമ്പോ കബറുങ്ങെല്ലാം വേറെ മോത്തു അഞ്ഞ മാത്രം ഒരു കബറ് കണ്ട്. അപ്പൊ ഞങ്ങൾ സാമാന്യ കണ്ണയുടെ എതിരുള്ള ഒരു കബറ് കണ്ട്. ഇത് ഇഞ്ഞ ഒരു പ്രത്യേക ഒരു കബർ ആരത് കേക്കില്ലേ. കേട്ടപ്പ അങ്ങ ചൊന്നാറ് പള്ളിക്ക് പക്ക കൊടുത്ത ഒരു പെണിങ്ങളെ കബറുള്ള അയിമായിട്ട് ഇന്ത റായത്തില് പള്ളിക്ക് പക്ക കൊടുത്തോണ്ട്. അപ്പൊ നോക്കറ ആ തെരുവിൽ അങ്ങനെ പോകുമ്പോ ആരും സലാം ചൊല്ലാണ്ടിക്കുവാറാ. എത്ര ആൾ സലാം ചൊല്ലുവാർ. അസ്സലാമു അലൈക്കും എന്തിനാ അതിനർത്ഥ കൊറിയങ്ങ സലാം ചൊല്ലോ നോക്കുവാണെങ്കിൽ സുബ്ഹാന സലാമലൈക്കും വേണ വേണ്ടേണ്ട് ഒരു മര്യാദലും അസ്സലാമു അലൈക്കും അള്ളാഹുടെ സലാമത്ത് നീ കിക്കട്ടുണ്ട്. അത് ദ്വാരക്കടല്ലേ, അതൊന്ന് തെല്ലൊരു കടസിലൊരു നല്ല റാഹത്തില്. ഇതങ്ങനെയല്ല, മനസ്സിൽ സലാമത്ത് വേണ്ടാണ്ട് നാവല് മാത്ര സലാം അലൈക്കും എന്റെ സലാം കൊണ്ടുണ്ടോ രക്ഷപ്പെട്ടു പോയിരണ്ട. എന്നാ ചൊന്നോണ്ട് വന്നേ ആ എം എ ഉസ്താദിಗೆ സപ്പോർട്ടായിട്ട് നിണ്ടപ്പ ಅದರ ಬರಕತ್ತುಂ ಖೈറും അയാൾക്കും കിട്ടിത്ത്. കലക്ടർ അബ്ദുൽ ഖാദർ രാജിക്ക് കിട്ടിത്ത്. പെഞ്ഞയികും മോലുകും മർമോടും കിട്ടിത്ത്. പരസ്പര ഗുണകാംക്ഷിക്കണു ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് കൂറത്തതങ്ങ അല്ലാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. ലാസ്റ്റ് സുല്യത്തെ പൈമ്പച്ചാല് ചൊല്ലുടെ പക്കത്തിലായിട്ട് ഇന്ന് തങ്ങളൊട്ടിಗೆ നക്ക് വേദിക്കല് ചാൻസ് കിട്ടിയേ. അണ്ട് ചെമ്മ നാര തമാശവൽക്കറിഞ്ഞിട്ട് നാണ് കയ്യിൽ ഒരു കുപ്പി തന്നി പിടിച്ചിട്ട് മന്ത്രി പാട്ടിയെ അപ്പം നണ്ട ചെമ്മ തമാശാക്കിത്ത് ചിരിച്ചിത്ത് കണ്ണുവത്തിത്ത് ഇണ്ടും ആ വീഡിയോ നക്ക് ചെമ്മ ആൽമാര് കടത്തി തണ്ടാർ ഉസ്താദേ. നാനാ വീഡിയോ എടുത്തിട്ട് സ്റ്റാറ്റസിൽ വെച്ച എന്തേ കാരണം അന്ത ഹയ്യുൻ ഫീ ഖുലൂബിനാ യാ സയ്യിദി, ഞങ്ങളെ നേതാവേ നിങ്ങ വഫാത്തായിട്ടിന്നെങ്കിലും ഞങ്ങളെ കൽബിൽ ഇപ്പോലും നിങ്ങ ജീവിച്ചിരിപ്പുള്ളാറ് മറക്കുകയാവില്ല. ഉഡ്രം നേതൃത്വം ആയിട്ടിന്തല്ലേ ബഹുമാനപ്പെട്ട ഖുറത്തു സാദാത്ത് കൂറത്തതങ്ങ അല്ലാഹുവേ നീ ദർജ വർദ്ധിപ്പിക്കു റഹ്മാനേ. കൂറത്തെ തങ്ങ അതേ പുത്തൂറെ കൂറത്തെ അതേ കബറിൽ ഇങ്ങനെ കിടന്നിട്ടിക്കുമ്പോലും ഇണ്ടത്തെ ഈ സദസ്സര ഒരു ബെൽച്ച തങ്ങളെ കബറുക കിട്ടിയോണ്ടുണ്ടല്ലേ. നല്ലത് ആറ് ആക്കിടാറാ ಅದರ എല്ലാ ഖൈറും ഖബറുൽ കിട്ടുകൊണ്ടു മനുഷ്യ. ഇക്കട്ട് സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു തങ്ങളെ ഖുറത്തു സാദാത്ത് ബದುಕುಮತ್ತು ಬೋಧನೆಗಳ ಇಣುಕು ನೋಟ ಚೊಲ್ಡ ಬುಕ್ಕು തങ്ങളെ ചരിത്ര ചൊല്ലുന്ന ബുക്കു ഞങ്ങ കണ്ടങ്ങം കൂടി ആവുമ്പോ അങ്ങനെ ಬಗ್ಗೆ പഠിക്കുക നിങ്ങൾക്ക് നല്ല ആസക്തിക്കു അതോടെ പുറത്തുണ്ടു. നിങ്ങൾ എല്ലാരും ഒന്ന് എടുക്കണു. നാനും എടുത്തരെ എന്റെ റൂമിൽ ടേബിളിന്റെ മേൽ ഇപ്പം വെച്ചിട്ട് ഞാനത് ഒന്നൊന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കടേ. അള്ളാഹു അതെല്ലാം നോക്കുക നമുക്ക് തൗഫീക്ക് തരട്ടെ. അപ്പൊ ഞാൻ ചൊന്നോട്ട് വന്നു മഹാണ്ടൊട്ടിಗೆ ഈ ഇസ്മായിൽ ചൊല്ലയിൽ ജന്തു നക്കി തോട്ട വേണു അല്ല തോട്ട നാണ് ബിക്കട. പക്ഷേ നിങ്ങളെ ദുനിയാവിടെ പൈസ വേണ്ട, നക്ക ആ ദുനിയാവിടെ പൈസക്ക് ബദലായിട്ട് സ്വർഗ വേണു. ആ റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹു സ്വർഗ കൊടുക്കുക ഏറ്റെടുത്തിട്ട് മഹാന്മാർക്ക് സ്വർഗ കൊടുക്കുള്ള പവറുണ്ട്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ട വന്നിട്ട് സ്വഹാബത്ത് കേട്ടില്ലേ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിಗೆ സ്വർഗത്തിൽ നക്കൊന്നു കൂടണോട്ടു ആശ ഉണ്ട് നബിയേ. അപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നക്കത് തറകാവൂല്ല, അത് തറകുള്ള അധികാര നക്കില്ലേട്ട് തങ്ങ ചൊന്നില്ല. തങ്ങെന്ത്ര ചൊന്നേ ആവോ നാണത് ഏറ്റെടുത്ത നാനത് തന്റെ. പക്ഷേ ಅದರ പേരിൽ നക്ക് നിങ്ങ ഹെൽപ്പാക്കണു. എങ്ങനെ നിങ്ങ ചെമ്മ സുജൂദാക്കണു. ചെമ്മ സുജൂദാക്കിയെങ്കിൽ നിങ്ങൾക്ക് നണ്ടൊട്ടിಗೆ സ്വർഗത്തിൽ കൂടുകൊള്ള ചാൻസ് ഉണ്ടു. ആയത്തറ സുജൂദാക്കണു. ഓ ഉമ്മ പെങ്ങന്മാരെ, പണ്ടത്തെ കാലത്തിൽ ഞങ്ങളെ പെണിങ്ങ ശുക്ര സുജൂദാക്കിയോ ഇന്നാറ്. ഇണ്ടത്തെ പെണിങ്ങു എത്ര പെണിങ്ങു ശുക്ര സുജൂദ് കൊണ്ടുണ്ടു. ഏത് ശുക്കൂറ്? ഗഫുറാക്കട മോണ് ശുക്കൂറ
അല്ലോ മാ ശുക്ര സുജൂദ് ഏത് ശുക്ര സുജൂദു? ശാഫിഈ മദ്ഹബിന്റെ പ്രകാര ശുക്ര സുജൂദ് സുന്നത്തല്ലേ. അതാ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിട്ട് അതേ സുജൂദ് ഒരു സുജൂദ് പോയെങ്കായിത്ത് പിന്നെ വെച്ചിട്ടതാ സലാം ബീട്രോ അതോടുകൂടെ ശുക്ർ സുജൂദായിത്ത്. ആ ശുക്ർ സുജൂദ് സുന്നത്ത് ചൊന്നിട്ട് ചെറിയം വലിയും ശാഫിഈ മദ്ഹബിലുള്ള എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും ഇല്ലേ. ആ ശുക്ർ സുജൂദ് സുന്നത്ത് അവിടെ എപ്പ ഒന്നാ ഞങ്ങൾക്കൊരു നല്ല നിഅമത്ത് കിട്ടിയെങ്കിൽ ശുക്ർ സുജൂദ് സുന്നത്തുണ്ടു. അല്ലെങ്കിൽ ഒരു മുസീബത്ത് തൊട്ട് സലാമത്തായെങ്കിൽ ഒരു വലിയ മുസീബത്ത് ബണ്ടത് തപ്പിപ്പോയിട്ട് അപ്പ ഒരു ശുക്ർ സുജൂദ് സുന്നത്തുണ്ടു. നാ ചൊന്നോണ്ട് വന്നു. ആ ശുക്ർ സുജൂദ് സുന്നത്ത് ചൊന്നിട്ട് ശാഫിഈ മദ്ഹബിൽ ഇമാമിങ്ങ പഠിപ്പാട്ടില്ലേ. ശാഫിഈ മദ്ഹബിന്റെ ഇമാമിങ്ങ പഠിപ്പാട്ടില്ലേ. അപ്പൊ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഇസ്മായിൽ ചൊല്ലയിൽ ദുനിയാവിടെ പൈസ ഒന്നും വേണ്ട, ഇഷ്ടം പോലെ ഉണ്ടു. നക്ക് വേണ എന്തിനെ? നക്ക് വേണ സ്വർഗ വേണു. ഓ ഔലിയാക്കന്മാരൊട്ട് സ്വർഗ കേക്കോ തീറ, നബിമാരൊട്ട് സ്വർഗ കേക്കോ തീറ. സ്വഹാബത്ത് വന്നിട്ട് കേട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളൊട്ട സ്വർഗല്ല, സ്വർഗത്തിൽ തങ്ങളൊട്ടിಗೆ വേണുണ്ടു. അപ്പൊ ചൊന്നെന്തിനെ? നണ്ടിട്ട് സ്വർഗ കേക്കോത്തീറ, സ്വർഗ അല്ലാണ്ടിട്ട് മാത്രം കേൾക്കൊണ്ടല്ല ചൊന്നേ. ആ വേണ അന്നാ തന്റെ മാത്ര ഒരു സപ്പോർട്ട് വേണം നിങ്ങളെ ഭാഗത്തെ. എല്ലാം നക്കെ വിട്ട് തന്നിട്ട് നിങ്ങ എന്തും ആക്കില്ല. അങ്ങനെ ഉണ്ടല്ലേ. മദ്രസത്ത് മക്കളെ കടത്തിയെങ്കില് ചൊല്ലേന്ദ്രം എന്തുണ്ടാ ഉസ്താമാരെ സമ പടിപാട്ടിലല്ല എന്നിട്ട് പോണ്ട് ഔട്ടർ എടുത്തിട്ട് ഫിനോർ മൊത്തം കിട്ടുത്തോ അല്ല. നിങ്ങിപ്പ ഉസ്താമാരല്ലാത്ത ഉസ്താമാരെ മുഖം നോക്കുവാറല്ലേ. എന്തേ അങ്കിപ്പ കൊസ്സി ആയിട്ടിക്കോ എന്നിട്ടു കൊസ്സിയല്ല ഉള്ള വിഷയം ഒരു മോത്ത് മുഞ്ഞാണ്ടുണ്ടല്ലേ. നക്കൊരു കോൾ വന്ന് എന്ത് ഉസ്താദ് നണ്ട പിന്നെ മോണ്ട ഒന്ന് എടുക്കടാ ദർശക എടുക്കടാ ഉസ്താദൻ പാതി കോൾ വരുമ്പോ കേക്കില്ലേ ഓൺ ഇത്ര തോലെ എവിടെ നാട്ട് പാതിരി കോൾ വരുമ്പോ അപ്പ ഉസ്താദ് അവൻ ഇന്ന പക്കത്തിൽ ഇന്ന ഉസ്താദ് അവിടെ എന്തു സമ പടിപാട്ടില്ല ഉസ്താദ്. ഓക്കെ അങ്ങനെ ഞാൻ അവിടെ എടുത്തിട്ട് പിന്നെ മൂത്ത് കിട്ട ഉസ്താദ്. ഓക്കെ അവിടെ അളക്ക ഇല്ല ഉസ്താദ്. സുറുകിനോട് തെല്ലെങ്കിലും ഇട്ട് ജണ്ടമത്ത അവിടെ ഇല്ല അങ്ങനെ ഞാൻ എടുത്തിട്ട് പിന്നൊരു മൂത്തിട്ട ഉസ്താദ്. ഒക്കെ അവിടെ നോക്കുമ്പോ എന്തൊരു ഉസ്താദ് ഞാൻ അവിടെ ഇടದ್ರ ಬಗ್ಗೆ ചിന്തിക്കണമേ വേണ്ട. അപ്പൊ നാ കേട്ട ഇതിപ്പോ എത്രാമത്തെ പക്ക കേട്ടെ? ഇതിപ്പോ 4ാമത്തെ പക്ക. നാ ചൊന്ന ഇവിടെ വന്നിട്ട് അവൻ പെടുക്ക അവിടെ വേണ്ട. ഇയാള് ഞങ്ങളവിടെ പഠിച്ചില്ലെങ്കിൽ എന്തിനുണ്ട് അയാളുടെ ദർശനം ഇട്ട് അവിടെ പഠിച്ചിട്ടില്ലേ, അവിടെ പഠിപ്പാട്ടിട്ടില്ല ഉസ്താമാരുണ്ടല്ലേ. ഒരാളും നന്റെ മോണ് പഠിച്ചിട്ടില്ലാണ് ചൊല്ലാലെ. അല്ല എല്ലാരുടെ ಬಗ್ಗೆ അല്ല നാ ചൊന്നോണ്ടില്ലേ. കൊറിയ അങ്ങനെ വെച്ചോണ്ടാറ് ഉസ്താദ് ഓൺ പഠിക്കില്ല ഉസ്താദ് പഠിക്കില്ല. പക്ഷെ അങ്ങനെ ഉണ്ടല്ലോ കൊറിയ. എല്ലാ ഉസ്താദുമാരെ ഏൽപ്പിച്ചു വിട്ടേമയാവാല. പിന്നെ കൊറിയ നഗ നോക്കണ്ടേ മക്കളെ. മദ്രസത്ത് പോയി വന്ന സാർത്തക്ക് തെല്ല കലിയല്ലായി പിന്നെ തെല്ലൊന്നിട്ട് ഒന്ന് നോക്കാം ഒന്ന് അബ്ബമാരല്ലേ എന്താ തലാട്ടോ ഡൗട്ടു ഉമ്മമാരല്ലേ അബ്ബമാരല്ലേ. ഇപ്പൊ ഏതിന്റെ തിരിയോഗില്ലാത്ത കാലായി പോയി തതുകി കേട്ടോല്ലേ. ഉമ്മമാരല്ല അള്ളാഹു താല ലാസ്റ്റ് തോലും അബ്ബമാരായിട്ടേക്കോ അള്ളാഹു തൗഫീഖ് തരട്ടെ. കൊറേ ആമീൻ ചൊല്ലല്ലേ. എന്റെ ബോബ അവകാശം ഉണ്ടോണ്ട് ആവട്ടെ. ബോബോ ആവട്ടെ. ബോബ അല്ല അജ്ജ അല്ല പിജ്ജ അല്ല എന്ത് വേണേ ആവട്ടെ നാ ചൊന്നോണ്ടല്ലേ. അബ്ബ ആയെങ്കിൽ എന്തേ അബ്ബ ആയെങ്കും പിന്നെ ജാവ് വന്നെങ്കില് മക്കളിട്ട് ചൊല്ലണോ മദ്രസ കിതാബ് കൊമ്പത്തിൽ നോക്ക എന്തൊരു ഓതുപാട്ടോ നോക്ക. അപ്പ മോണ്ട മനസ്സിലിക്കിട് അബ്ബ ഇടക്കിടക്ക് ഓതുപാട്ട് വന്നിട്ട് അപ്പത്തിൽ ഓതോണോണ്ടിക്കിട്. ഇത് അബ്ബ എപ്പോ ഉമ്മടിട്ടമേ വിടരുവോ ഉമ്മടിട്ടമേ. ഇപ്പൊ അങ്ങനെ ചമ്മ വിട്ടണ്ട. അങ്ങനെ ഇപ്പൊ ബെല്ലിയായ പിന്നെ ഓണം ഉമ്മടെ വിറവലേക്കിടെ പോ. എന്താ കാരണം ചെറിയതിനോട്ട് ഉമ്മമേ ഒട്ടിക്കുന്നേ. അങ്ങനെ ഒത്തിറ നങ്ങ ആണിങ്ങ അബ്ബമാര് മക്കളിട്ടോ നല്ല അറ്റാച്ച്മെന്റ് വേണു. അല്ലെങ്കിൽ ലാസ്റ്റ് എവിടെ എത്തുകൊണ്ടുണ്ടാ ലാസ്റ്റ് നങ്ങ പെഞ്ഞമാരുടെ ചൊല്ലിന്റെ ഒരു അവസ്ഥ പറു. അള്ളാഹു കാക്കട്ടെ. ഒരു ആമീൻ ചൊല്ലറുവാ എന്തിനെ പെഞ്ഞിട്ട് ചൊല്ലിന്റെ അവസ്ഥ വേറെന്തോ അല്ല ധരിമ്മ നാ ചൊല്ലത് എന്തോ അവൻ കേക്കില്ലടി ബാവാ നീനാ എങ്കിൽ ചൊല്ലിയാ നിന്റെ പൽക്ക അവൻ കേക്കുവാണ്ട്. അപ്പൊ ഞാൻ അബ്ബായ നാനെന്തി അബ്ബടെ പൽക്ക കേൾക്കല്ലോ ഉമ്മടെ പൽക്ക മാത്രം കേൾക്കണമെങ്കിൽ അങ്ങനെ തീരല്ലേ അബ്ബടെ കേൾക്കണല്ലേ. അങ്ങനെ കേൾക്കണമെങ്കിൽ അബ്ബടൊട്ട് അവനക്ക് ഒരു കടപ്പാടുണ്ട് ബോധ്യപ്പെടണോ.
ഇടക്കിടക്ക് മദ്രസത്തെ ബന്ധിങ് 4 ആവണുണ്ടില്ലേ വാർത്തു കൊർക്കെങ്കിലും നോക്ക കിതാബ് കൊമ്പാക്ക തെൽ മുസാബ് കൊമ്പ നോക്ക തെൽ ഓതു നോക്കാം. അല്ല ഉസ്താദ് ഓന്റെ ഓതുപാട്ടുണ്ട് നക്ക് ഓതോ തരിയണ്ടേ ഉസ്താദ്? മക്ക ചെറിയ മക്ക ചമ്മയില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ധൈര്യത്തിൽ ചെന്നോണ്ടല്ലേ ചിരിക്കുക നോക്കൂല ഓണക്കൊന്ന് എത്തിപ്പോണ്ട് അബ്ബയുടെ അവസ്ഥ. അല്ല നിന്റെ അബ്ബ എന്തോ അങ്ങനല്ല അവാ അയാൾക്ക് നല്ല പഠിപ്പുണ്ടു. ലാസ്റ്റ് അങ്ങനെ പണ്ട് അങ്ങനെ ആയെങ്കും ഉമ്മയുടെ ഒത്തുല് ദൈപ്പാട്ടിട്ട് ഉമ്മ ബൽത്ത മൊത്തുലു അബ്ബ എടുത്ത മൊത്തുലു കിടാവ് നടുലു ദൈപ്പാട്ടിട്ട് മദ്രസത്തെ ഉസ്താമാര് പഠിപ്പാട്ടിയത് മക്കൾക്ക് ഓതുപാട്ടണു. അപ്പൊ മക്കളെ കൽബിലൊന്ന് നിക്കിട്. ഇത് മദ്രസത്തെ കിതാബ് ആയിട്ട് നോക്കിയാ നിങ്ങൾ ഒന്നിണ്ട് പോയിട്ടുണ്ടല്ലേ മദ്രസത്തെ മക്ക എന്തുണ്ട് ബാഗിൽ വേണ്ടവാ ബാഗാ ആ ബാഗ് ഒന്നും എല്ലാം തുറക്കണവാ ജിപ്പ് ജുപ്പായിട് സ്കൂളിന്റെ ബാഗ് ഞാനിത് ബെർദയുണ്ടല്ല ഇത് ചിരിക്കൊണ്ടല്ല നോക്ക സ്കൂളിന്റെ ബാഗ് യൗമോ എത്ര ചന്തത്തെ ബാഗ് വാട്സാപ്പിൽ ഫോട്ടോ ഇട്ട് കടത്തറോ ഇതാവല്ല കളർ നോക്കൂ മോണ്ടട്ട ഇതാവാ അതാ വാണ്ട് മദ്രസത്തെ ബാഗ് ലാസ്റ്റ് ഇപ്പൊ ഉസ്താദ്മാരെ തീരുമാനിച്ചാൽ അങ്ങനെ പോയി കൊടുക്കാം അപ്പൊ മദ്രസത്തെ ബാഗ് അങ്ങനെ ഒന്ന് ജിപ്പൊന്ന് തുറക്കണം. അപ്പൊ ജിപ്പ് തുറക്കണ എങ്ങനെ ഇട്ട് അങ്ങനെ പഠിക്കുക അവിടെ ലാസ്റ്റ് അബ്ബ പെഞ്ഞിയുടെ മറ്റേ കയ്യിൽ കൊടുക്കണമല്ലോ എന്താ ബാഗ് തുറക്കാവില്ല തുറക്കണീ അതിന് സുലാഭത്തിൽ തുറക്കിടൂ. എന്താ കാരണം ആണിങ്ങോട്ടാവുമ്പോ ദമ്മു ഞാറെ വെച്ചിട്ട് തുറക്കിടും. അങ്ങനെ എന്താക്കണ്ടില്ല മെല്ലെ തുറന്നെങ്കിൽ ഓപ്പണാവിടും. അപ്പൊ ഞാൻ சொன்ன വിഷയം മറക്കണ്ട അത് അങ്ങനെ വേണു. അപ്പൊ ബൽത്ത മോത്തിൽ ഉമ്മ എടുത്ത മോത്തിൽ അബ്ബ തെച്ചിട്ട് നടുവിൽ മക്കളെ ദൈപ്പാട്ടിട്ട് ഓതു നോക്കാണ്ട് ഓതും. അപ്പൊ ഇങ്ങനെ ഓതുമ്പോ ഉമ്മക്ക് ചിലപ്പോ കൊന്തിക്കൂ ചിലപ്പോ അബ്ബ കൊന്തിക്കൂ. ആ ഓത്തി എന്തോ ആവട്ടെ മക്കളെ കൽബില് ഉമ്മ അബ്ബ ഓതുപാട്ടാറ് ചൊല്ലൊരു ബിയാറ് തേക്കിട് അത് തെച്ചെങ്കിൽ പിന്നെ ഓണത്തില്ല ആറ ഇത് എന്തോ നോക്കല്ലേ. ഇപ്പൊ നോക്കുമ്പോണ്ടല്ലേ ഇതിങ്ങനെ നോമ്പിൽ ഒരു 10 തോന്നുന്നുണ്ടോ നിങ്ങക്ക്? നോമ്പിടെ 10 തോന്നുന്നുണ്ടോ നിങ്ങക്ക്? നോമ്പിടെ 10 രണ്ടിനത്തെ 10 ഉണ്ട്. ഒന്നു ഞങ്ങളുടെ രായത്തിലല്ലേ ഒന്ന് നോമ്പ് തുറന്നിട്ട് നാഷ്ടാക്കടെ 10 അത് സാമാന്യം ഇങ്ങനെ ബുടുപാട്ടിട്ടുള്ള 10. പിന്നൊന്ന് മക്ക അസർക്ക് സ്കൂൾ വിട്ടു വന്നെങ്കിൽ ഒരു 10 ഉണ്ട്. നോമ്പ് തുറന്നിട്ട് തിന്നോക്കി ആക്കടെ പക്ഷെ മക്ക നോമ്പിക്കില്ലല്ലേ മക്ക സ്കൂൾ വിട്ടു വന്ന സാർത്തക്ക് ഈ 10 ചുരുട്ടിട്ട് ഉൽക നെയ്യും 12 ഇട്ടിട്ട് തിന്നോ കൊടുക്കട്ടെ അസർക്ക് 5 ഗಂಟೆಗೆ. അവിടെ അങ്ങനത്തെ വിഷയം എന്തും ഇല്ല സർലി കെട്ടലല്ലേ. ഉസ്മാൻ ആചാർ ഉത്തര കഞ്ഞി മാത്രമേ എനിക്ക് കൊണ്ടുത്തരെ പണ്ടിലും ഉണ്ടല്ല കഞ്ഞി ആചാര്യന്റെ കഞ്ഞില്ലേ ഇണ്ടില്ല കണ്ട് വലിയ ലക്കീമോടെ ഒത്തിരി നാഷ്ടങ്ങളുണ്ടല്ലോ അള്ളാഹു കബൂലാക്കട്ടെ. നാ ചൊന്ന വിഷയം മറക്കണ്ട. നാ ചൊന്നോണ്ട് വന്നേ ഇതിങ്ങനെ മദ്രസത്തെ ബുക്ക് കിതാബ് ഇങ്ങനെ ചുരുണ്ടു ഇപ്പൊ അതിനെ ഇങ്ങനെ നിമിർത്തിട്ട് ഇസ്തിരി ഇട്ടില്ല. ഇല്ല ഇടക്കിടക്ക് മദ്രസത്തെ കിതാബ് നോക്കണം ഉമ്മ അബ്ബം തെല്ല കടലാസ് ഫോൾഡ് ആയെങ്ങമേ ആകാബോ ഇത് ഇങ്ങനെ ഫോൾഡ് ആവോ തീറ ഇത് നിന്റെ സ്കൂളിന്റെ തരം നീ എത്ര ജാഗ്രത ആക്കട അതര കാണ്ടി ജാഗ്രത വെക്കണു. ഇത് നിന്റെ ഈ കടലാസ് നിന്റെ ഖബറിൽ ഉപകാരത്തിന് വേണ്ടത് ഒന്ന് ചൊന്നു നോക്ക മക്കളെ കൽബലത് ദൈക്കിട്. അല്ലാഹു ഞങ്ങളെ മക്കളെ നല്ല മക്കാക്കി തരട്ടെ. നാനെന്റെ ഇണ്ടത്തെ വാല് നിപ്പാട്ട ഒരു ചെറിയ ചരിത്രം ചൊന്നിട്ടു മോമിനിങ്ങളെ. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ആ മനുഷ്യക്ക് സ്വർഗ കൊടുക്കുക തീരുമാനിക്കിടേ. ഇസ്മായിൽ എന്നോരിൽ ചോദിച്ചൊരു തോഫ് ആയേ വിലക്ക് തരുമോന്ന് കേട്ടോവർ ദുനിയാവിലുള്ളേ മുതൽ എന്നിൽ വേണ്ടാന്ന് ദുഷ്കരമായി 4 സുവർഗം കൊടുത്തോവർ. ദുനിയാവിടെ പൈസ എന്തും നക്ക് വേണ്ട നക്ക് സ്വർഗ തണ്ടാറാ. അതേ സ്വർഗത്തുക ബദലായിട്ട് തോട്ടയെടുത്ത സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹ്മദുൽ കബീർ റിഫായി
റളിയല്ലാഹു അൻഹു. ആ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹുടെ ജീവിത ശൈലി നോക്കറു നിങ്ങ. മഹാന്റെ ചരിത്രത്തിൽ കണ്ട് മഹാന്റെ പ്രത്യേകമായ സ്വഭാവ എന്നോ വയുൽഹിറുൽ ഫറഹ ലി ഫറഹിന്നാസ്. ആൽമാർക്കൊരു സന്തോല വരുമ്പോ റിഫായി ശൈഖ് തങ്ങൾക്ക് കൊസിയായോണ്ടിന്ത് വൽ ഗമ്മ ലി ഗമ്മിഹി. ആൽമാർക്കൊരു ദുഃഖ വരുമ്പോ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ബേജാറായോണ്ടിന്ത്. അതുകൊണ്ടല്ലേ ഹദീസിലുള്ളൂ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ജന്തു അതേ നണ്ട ഇഷ്ടപ്പെടുറങ്ങ നാൻ ഇഷ്ടപ്പെടുറങ്ങ ആറുകൊണ്ടുണ്ട അങ്ങ പരസ്പരം നല്ലത് വരണോട്ട് വിചാരിക്കിടാറ്. എന്നിട്ടാ അതേ ഖുലൂബുകും ബിദിക്രില്ലാഹി തത്മഇന്നു. അങ്ങനെ കൽബുലോ എപ്പോഴും നല്ല കൊസീക്കടെ സമാധാനയിക്കടെ എന്തുകൊണ്ട് റബ്ബടെ ദിക്റ് ചൊന്നിട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു വമസാജിദുഹും ബിസ്വലാത്തിഹിം യഅ്മുറൂൻ. അങ്ങനെ പള്ളിങ്ങ അങ്ങനെ നിസ്കാര കൊണ്ട് നല്ല പരിപാലനായിട്ടിക്കിട് പള്ളിയിൽ എപ്പോഴും അങ്ങ് നിസ്കരിച്ചോണ്ടിക്കിടാറ്. എന്നിട്ട് നബി തങ്ങൾ ചൊല്ലു നോക്കറു യർഹമൂന സ്വഗീറഹു. ചെറിയങ്ങളൊട്ട വലിയ കിർഫ കാട്ടാറ്. ചെറിയങ്ങളൊട്ട കിർഫ കാട്ടങ്ങ ഉള്ളാറാ അങ്ങ നണ്ട പിർസബൈ കിടങ്ങ നാണങ്ങള പിർസബൈ കിടങ്ങ. ചെറിയങ്ങളൊട്ട കിർഫ കാട്ടണോ. അതേ വയസ്സുകതക്ക നല്ല പ്രജ്ഞ വരും. ആ വയസ്സുകതക്ക പ്രജ്ഞ വരുമ്പോ അതേ ചിലപ്പോ ചെറിയങ്ങളത് എന്തെങ്കിലും തപ്പുങ്ങ കാണുമ്പോ ആ ചെറിയങ്ങളെ തപ്പേ ആയിട്ടിന്നെങ്കിലും അതതാ മെല്ലെ തിത്തുപടിയാക്കിട്ട് സമാക്കുക നോക്കണു. അത് വലിയങ്ങളെ ജവാബ്ദാരിയായിട്ട് കേട് അങ്ങ ചെറിയങ്ങോ അതാ കിർഫ കാട്ടാറ്. ഇനി ബലിയങ്ങലമാ വയജുല്ലൂന കബീറഹു. ബലിയങ്ങളെ അങ്ങ് റെസ്പെക്ട് ബൈക്കിടാറ് ബഹുമാനിക്കിടാറ്. അപ്പൊ ബാലക്കാരൻ ആ ബലിയങ്ങോ റെസ്പെക്ട് കൊടുക്കണു. ഹിരിയങ്ങമാ ചെറിയങ്ങളൊട്ട കിർഫ കാട്ടണു. അൽഹംദുലില്ലാഹ് ഞങ്ങളെ സരളി കട്ടയൊന്നെങ്കില് ഇത് സുന്നത്ത് ജമാഅത്ത് ഒരു കട്ടയായിട്ടിക്കടേ. സുന്നത്ത് ജമാഅത്തര കട്ടായിട്ടിക്കടേ. ആ സുന്നത്ത് ജമാഅത്തര കട്ടട ഒടക്കുകാര് വന്നെങ്കിലും ഖിയാമത്ത് നാല് തോലും ഒടക്കൊകു പുടകു തീരാ. എല്ലാ കട്ടം ഒരുപോലെ അല്ല. കുറുപ്പാത്ത കട്ട എന്നെങ്കിലും ഒടക്കണം. അതവിടെ വീക്കോ തീരാം. കുറുപ്പാത്ത കട്ട എന്നിട്ടിക്കട് ഇവിടെ ഇല്ലല്ലേ? ഇവിടെ ഇല്ലല്ലേ? എന്താ നിങ്ങ 4-5 വട്ട ഒറ്റൊട്ടിക ഇല്ലല്ലേ ഞങ്ങൾക്ക് കൊണ്ടുകൊണ്ട് അത് ഇവിടെ അങ്ങനത്തതില്ല അല്ലെ. കൊറിയ മൂത്ത് പോയി നോക്കി കുറുപ്പാത്ത് കട്ടട കൊടുക്കണു. ഇത് സരളി കട്ട നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് കട്ട. ഞാൻ എത്ര വട്ട ഇവിടെ വാള് വന്നര ഇനി എത്ര വട്ട പറഞ്ഞു. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പ ആ സുന്നത്ത് ജമാഅത്ത് കട്ടട ഇവിടെ നിലനിർത്തണു. ആ കട്ടട നിലനിർത്തണ അതുകായിട്ടിക്കിടന്നങ്ങനെ മുസ്ലിം ജമാഅത്ത് കർണാടക മുസ്ലിം ജമാഅത്ത് അതുകായിട്ടിക്കിടന്നങ്ങനെ സുന്നി യുവജന സംഘ SYS അതുകായിട്ടിക്കിടന്നങ്ങനെ SSF. ഓ SSFയുടെ ബാലക്കാരങ്ങളെ നല്ല അധ്വാനിച്ചിട്ട് പ്രവർത്തിക്കറു. ഇപ്പൊ ചിലപ്പോ ബാക്കിന്നങ്ങളെ കാട്ടി തടിക നല്ല താക്കത്ത് SSF ഇടങ്ങൊകിക്കൂ. എന്തേ കാരണം SSF ചെന്നെങ്കില് അതേ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അത് നല്ല ആരോഗ്യത്തെ പവറുള്ള ടൈമായിട്ടിക്കീട്. ആ ടൈമിലുള്ള പ്രവർത്തനം ഉണ്ടല്ലേ അത് നല്ല ഫലമുള്ള പ്രവർത്തനമായിട്ടിക്കീട്. അതുകൊണ്ടല്ലേ SSF ചൊല്ലുമ്പോ വലിയ ആവേശ അല്ലേ. SYS റൗണ് പോലും SSF സിന്ദാബാദ് ഇട്ട് ചൊല്ലുമ്പോ സൗണ്ട് ചോറുണ്ട്. മുസ്ലിം ജമാഅത്ത് പോലും അങ്ങ് SSF കൊണ്ട് ചൊല്ലുമ്പോ സൗണ്ട് ചോറുണ്ട്. അങ്ങനല്ലേ? മുസ്ലിം ജമാഅത്ത് സിന്ദാബാദ് ഉണ്ട് ചൊല്ലുമ്പോൾ ഉള്ള സൗണ്ടറ കാണ്ടി SYS സിന്ദാബാദ് ഉണ്ട് ചൊല്ലുമ്പോൾ സൗണ്ടറ കാണ്ടി യാര സൗണ്ട് വേണ്ടേ? ചൊല്ലെ മുസ്ലിം ജമാഅത്ത് ഏതൂറിൽ നിക്കടങ്ങ
അല്ലെ? മുസ്ലിം ജമാഅത്ത് എതിർലിക്കിടാറ്, SOS എതിർലിക്കിടാറ്, SSF പേരുളിക്കിടാറ്. നോക്കാം, മുസ്ലിം ജമാഅത്ത് ചൊല്ലെങ്ങനെ എന്തൊരു സൗണ്ട്, അതൊരു ജോത്സ്യന്ത്രം. എന്തേ കാരണം? അയാൾക്ക് പണ്ടത്തെ SSF ആ പ്രസരിപ്പ് നെനപ്പ് പണ്ട് അതിരെ നെനപ്പ് വരുമ്പോ അങ്ങനെ അപ്പ ആ മുസ്ലിം ജമാഅത്ത് കാവിടു, SYS കാവിടു. ഞങ്ങൊന്നും പേടിക്കണ്ട, ഞങ്ങ എതിർಲು നിണ്ടു കൊടുത്തെങ്കി അധ്വാനിക്കുക SSF മക്ക ഉള്ളാറങ്ങ് ഞങ്ങളെ മക്ക. SSF ഒരു ധൈര്യമുണ്ട്. ഞങ്ങ അതാ ചിലപ്പോ വയസ്സ് ശരിയായിട്ടിക്കൂ, ആയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ ഞങ്ങളെ എതിർಲು നിണ്ടിട്ട് ഞങ്ങൾക്ക് നേതൃത്വ തറകു SYS ഉണ്ടു, മുസ്ലിം ജമാഅത്തുണ്ടു. ഈ മുസ്ലിം ജമാഅത്തായെങ്കും SYS ആയെങ്കും SSF ആയെങ്കും ഒരേ ബാപ്പട മക്കല്ലേ. സുൽത്താനുൽ ഉലമാ ശൈഖുനാ AP ഉസ്താദ്, അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കു റഹ്മാനേ. ഓ ഈമാനുള്ള ബാലക്കാറ, AP ഉസ്താദ് മലേഷ്യത്തേക്ക് പോയതര വീഡിയോ മാത്രം എടുത്തിട്ട് സ്റ്റാറ്റസിൽ ബൈക്കുള്ളതല്ല. ഓ സംഘ കുടുംബത്തെ നേതാക്കന്മാരെ, ഉസ്താദ് മലേഷ്യത്തെ എയർപോർട്ടിൽ പുറത്തു വണ്ടതു, അവിടെ വെറൈറ്റി കാറിൽ പോണ്ടതു, ഉസ്താദ് പോണ്ട കാറ് എതിർಲು സെക്യൂരിറ്റി കിട്ടതു. അതുപോലെ ഉസ്താദ് അവിടെ മന്ത്രിയുടെ ഔത്തുല് പോയിട്ട്, മിനിസ്റ്റർ ഔത്തുല് പോയിട്ട് ഉണ്ണിടതു. അത് മാത്രം ഞങ്ങൾ സ്റ്റേറ്റസിൽ എടുത്ത് വെക്കുള്ളതല്ല. എന്തികായി ടിക്കറ്റ് ഉസ്താദ് മലേഷ്യത്ത് പോയോ, മലേഷ്യത്തെ ട്വിൻ ടവർ നോക്കുകല്ല. ഉസ്താദ് എന്തിക്ക് ദുബായിക്ക് പോണ്ടോ, അതേ ബുർജ് ഖലീഫ നോക്കുകല്ല. ഉസ്താദ് മലേഷ്യത്തേക്ക് പോണ്ട, മലേഷ്യത്തെ ട്വിൻ ടവർ അടിയിൽ നിന്നിട്ട് സെൽഫി എടുത്തിട്ട് സ്റ്റാറ്റസിൽ വയ്ക്കുക അല്ല. സുന്നത്ത് ജമാഅത്ത് ഇസ്സത്ത് നിലനിർത്തുകയായിട്ടിക്കീട്. അൽഹംദുലില്ലാഹ്, റബ്ബുടെ തൗഫീഖ് കൊണ്ടു ആ ഉസ്താദര അനുയായിയായത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് ഇണ്ട് തോലും ഒരു ആദർശത്തിലൊരു ബദലാവണ വന്നിട്ടില്ല. കാരണം സുന്നത്ത് ജമാഅത്ത് അത് ഹഖ് ചൊല്ലതിൽ സംശയമില്ല. അത് നേതൃത്വ തറകു സുൽത്താനുൽ ഉലമാ ഉസ്താദ് ഞങ്ങളെ എതിർലുണ്ടോ. ആ ഒരു ബാപ്പയുടെ സ്ഥാനത്തിൽ നിന്നിട്ടുള്ള വലിയ മഹാൻ, ആ മഹാന്റെ മക്ക അല്ലേ മുസ്ലിം ജമാഅത്ത് ഇറങ്ങാ, SYS ഇറങ്ങാ, SSF ഇടങ്ങാ, അതേ SSF ഇടങ്ങാ. അങ്ങാതാ പുള്ളിമാറായിട്ടിക്കുവാറ്, SYS ഇറങ്ങ ബാപ്പമാറായിട്ടിക്കുവാറ്, മുസ്ലിം ജമാഅത്ത് ഇറങ്ങ അങ്ങനെ കാട്ടി ഹിരിയങ്ങായിട്ടിക്കുവാറ്. അല്ലെങ്കിൽ SSF ഇടവണ് നിങ്ങൾ ഒറൗത്തുല് 3 മക്ക. വലിയവണ് മുസ്ലിം ജമാഅത്ത്, രണ്ടാമത്തവണ് നടുവന് SYSല്, മൂന്നാമത്തവണ് ചെറിയവണ് SSFലോ. ഇങ്ങ 3 നല്ല രൂപത്തിൽ പ്രവർത്തിച്ചെങ്കില് അൽഹംദുലില്ലാഹ് ആ സുന്നത്ത് ജമാഅത്ത് ഭദ്രകോട്ടയുടെ തൊടകു ഒരാളും ആവില്ല. അതുകായിട്ടിക്കട് സുൽത്താനുൽ ഉലമയുടെ പ്രവർത്തന കാഴ്ചവെക്കണായത്, അത് ഞങ്ങളെ മാതൃയാക്കണായത്. ഞാനൊരു ചെറിയ ചരിത്രം ചൊന്നിട്ടുണ്ട്. വാതുനിപ്പാട്ട് എല്ലാരും ഒന്ന് എഞ്ചിനിക്കൊറുന്നക്ക. ഈ അതേ സദസ്സരെ പുറത്തുള്ള എല്ലാരും ഒന്ന് സദസ്സുക വരൂ. ഒരു ചെറിയ ചരിത്രം ചൊന്നിട്ട് ഞാൻ എന്റെ വാതുനിപ്പാട്ട്. നിങ്ങളെല്ലാരും ഇവിടെ വന്നിട്ട് കൂടിറാറ്, നാനും കൂടിരേ. ഞങ്ങളെല്ലാരും ഗുരി ഒന്നേ, ആഖിറത്തിലൊന്ന് രക്ഷപ്പെടണു. മരിക്കുമ്പോ ഈമാൻ കിട്ടി മരിക്കണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നുല്ലേ, അതേ നാണ് ഇഷ്ടപ്പെടുറങ്ങ, നണ്ട ഇഷ്ടപ്പെടുറങ്ങ. അങ്ങനെ ബേരം കൊറിയ സ്വഭാവ എന്ത്രോ യഊദു ഗനിയുഹും അലാ ഫഖീരിഹി. പൈസ്തങ്ങ പാവത്തങ്ങല നോക്കുക അപ്പറ പോണ്ടാറ്. അത് നാൻ ഇഷ്ടപ്പെടുറങ്ങല സ്വഭാവ. എല്ലാ പൈസ്തങ്ങളും നാൻ ഇഷ്ടപ്പെടണോട്ടില്ല. അതേ കൊറിയ പൈസ്തങ്ങ ഉള്ളാറ് പാവത്തങ്ങല നോക്കുക അപ്പറ പോണ്ടാറ്.
അങ്ങനത്തെ പൈസ്തങ്ങ നണ്ട ഇഷ്ടപ്പെടുറങ്ങ അങ്ങനത്തെ പൈസ്തങ്ങ നാനപ്പറ ഇഷ്ടപ്പെടുറങ്ങ യഊദൂന മർളാഹു അതേ അങ്ങല പൈക്ക് ആരെല്ലാം തീറാണ്ടായങ്ങളെ നോക്കുക പോണ്ടങ്ങ ഉള്ളാറല്ലേ അത് നാൻ ഇഷ്ടപ്പെടുറങ്ങ നണ്ട ഇഷ്ടപ്പെടുറങ്ങ വയത്തുബഊന ജനായിസഹു അതേ അങ്ങല റായത്തില് മറിച്ചെങ്കില് അതേ കാലി മയ്യത്ത് നിസ്കരിച്ചിട്ട് ഓഡ്രൗണല്ല റായത്തിലൊരു മറിപ്പ് നടന്നിട്ടുണ്ടായെങ്കില് ഓ ബാലക്കാരാ ഇത് സ്വലാത്ത് വാർഷികത്തെ പേരിലുള്ള വാളറ മജ്ലിസല്ലേ ഈ വാള് നിപ്പാട്ടുമ്പോ ചൊല്ലട്ട ഉഹിബ്ബുഹും വയുഹിബ്ബൂനി അങ്ങനെ നാൻ ഇഷ്ടപ്പെടുற കൊറിയ ബാലക്കാരങ്ങ ഉള്ളാറ് അങ്ങനെ നാൻ ഇഷ്ടപ്പെടുற നണ്ട അങ്ങ ഇഷ്ടപ്പെടുറാറ് അതാറുകൊണ്ടുണ്ടാറായത്തിലൊരു മറിപ്പ് നടന്നെങ്കിൽ ആ മയ്യത്തറ ഒട്ടിಗೆ പോണ്ടവണില്ലേ അവണ്ട നാൻ ഇഷ്ടപ്പെടുற നാൻ അവണ്ട ഇഷ്ടപ്പെടുற അവണു നണ്ടം മഹബത്ത് വയ്ക്കിട സരളികെട്ട ചൊല്ലറായത്തിലൊരു മറിപ്പ് നടന്നിത്താ അങ്ങനെ ടായെങ്കില് കാലി മയ്യത്ത് നിസ്കരിച്ചിട്ട് ഓടണായതല്ല ബാലക്കാറാ ഇണ്ടു തോലും നിണ്ടൊട്ടിಗೆ പള്ളില് നിസ്കരിക്കുക ഒട്ടികയുന്നവണു ഇണ്ടു തോലും കൈ പിടിച്ചിട്ട് പ്രവർത്തിച്ചവണു ഇണ്ടു തോലും വാലറ സദസ്സില് ഒട്ടിക തെച്ചവണു ഒർനാലതാ മറിച്ചില്ലേ മരിപ്പു എല്ലാവർക്കും ഹക്കല്ലേ എന്തും തർക്കിക്കുക അതേ ടൈമിലും മരിപ്പയുടെ വിഷയത്തില് തർക്കിക്കിടങ്ങ ഉള്ളാറാ മരിക്കില്ലേട്ട് ചൊല്ലങ്ങ ഉള്ളാറാ ഇണ്ടും നാണതാ കാസർഗോഡ് ജില്ലയുടെ പാണത്തൂർ ചൊല്ല പക്കത്തുക പോയിട്ടായിട്ട് കിടിപ്പറ വന്നു അവിടെ ഒരു മർച്ചൗത്തുക പോയിട്ട് അവിടെ ദാ ഖബറ മുട്ട പോയിട്ട് സിയാറത്താക്കിട്ട് അതേപോലെ അങ്ങനെ ഔത്തുല് പോയിട്ട് യാസീനോദിട്ട് തൈലീല് ചെന്നിട്ട് ദുആർന്നിട്ട് വന്നു അല്ലാഹുവേ നീ ഞങ്ങളും എല്ലാം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്താ റഹ്മാനേ ഈ സരളികെട്ടലും ഞാൻ ഇതിരമുന്നോലും ചെമ്മപ്പെട്ട വാളുക വന്നര ഈ പരിസരത്തുക ഞാൻ വാളുക വന്നോട്ടേ ഉള്ള പഠിക്കിട കാല തൊട്ടു ഞാൻ വാളുക വന്നോട്ടേ ഉള്ള അണ്ട് ഞങ്ങളെ വാളര സദസ്സിൽ വെച്ചിട്ട് വാള് കേട്ടിട്ട് ഞങ്ങൾക്ക് പേനായിട്ട് ദുആർന്നോട്ടിന്ന് എത്രമായി ഈമാനുള്ള ആണിക എത്രമായി ഈമാനുള്ള പെണിക ഇണ്ട് ഞങ്ങ ഈ ഹന്തത്തിൽ എത്തിട്ടിക്കുമ്പോ അങ്ങനെ ഞങ്ങളെ സദസ്സിൽ കണ്ടോട്ടില്ല ഞങ്ങളെ ബിലിക്കിടതിറമുന്നോലെ നീ ഞങ്ങളെ വിളിച്ചിട്ട് ഖബറുലകം പോയിട്ട് കിടത്തിറ ഈ സദസ്സര സന്തോലം അങ്ങനെ എല്ലാര ഖബറും നീ എത്തുപാട്ടി കൊടുക്കല്ലോ ഖബർ വിശാലാക്കി കൊടുക്കല്ല സ്വർഗീയ ഖബറാക്ക് അല്ലാ എല്ലാത്തും തർക്കിക്കടാ മരിപ്പട വിഷയത്തുക തർക്കമുണ്ടാ മരിക്കല്ലേട്ട് ചൊല്ലണുണ്ടാനാ ഇല്ല മരിപ്പ് ഹക്കായിട്ട് കേട് കൊറിയങ്ങ വേഗ പോയിട്ട് കിടക്കിടാറ് കൊറിയങ്ങ ലേട്ടാവിടാറ് അതാ ഈ കാന്റെ കൂറത്ത തങ്ങമേ മറക്കുക അവിടാ ഇപ്പം തങ്ങ മറിച്ചിരേണ്ട നങ്കാവിടാ ഈ ചിരി കാണുമ്പോ നമുക്ക് അങ്ങനെ ഒരു ബിയാറ പണ്ടാ സുബ്ഹാനല്ലാ മുന്നോൽ തണ്ട് പോലും ഇതുപോലെ വാളു ചെന്നിട്ടില്ലേ ദ്വാർന്നിട്ടില്ലേ പിത്യാണ്ടും പ്രോഗ്രാമുക പോക ഭർത്തായിട്ടില്ലേ എന്നിട്ടതാ വഫാത്തായില്ലേ കൂറത്ത ഖബറിൽ കിടന്നിട്ടുണ്ടല്ലേ റബ്ബേ നീ ദറജ വർദ്ധിപ്പിക്കു റഹ്മാനേ എങ്കിൽ ഞങ്ങ പോയിട്ട് കിടന്നെങ്കിൽ ಅದರರ್ಥೆಂದರೆ ಬಾಲಕಾರ ರಾಯತ್ತುಲರು ಮರಿಪಾಯೆಂಗಲು ಚೊಲ್ಲಟ ಬಿಸಿ ತೀರೋಗಿಲ್ಲ ಬಾಲಕಾರಂಗಲೆ ಬಿಸಿ ತೀರೋಗಿಲ್ಲ ಎಪ್ಪತ್ತುಗುಂ ತೀರೋಗಿಲ್ಲ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊന്നില്ലേ കാലി സ്വലാത്തു ചൊന്നെങ്കിൽ മാത്രമയ്യ സുന്നത്തെങ്ങ കൊറിയെടുത്തെങ്കിമയ്യ സ്വലാത്ത് വേണു തിങ്കളത്തെ സ്വലാത്തുടെ നടക്കിട് ಅದರ ವಾರ್ಷಿಕಲ್ಲೇ ಇದು ಆ ತಿಂಗಳತ ಸ್ವಲಾത്തിൽ എല്ലാരും പോയിട്ട് കൂടണു
കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിലുള്ള സ്വലാത്തല്ലേ. നാളെ ഖിയാമത്ത് നാളില് ഹൗലുൽ കൗസർ മുട്ട നിൽക്കുമ്പോ രണ്ട് കൈ നീട്ടിട്ട് ഞങ്ങളെ വെൽക്കമാക്കണ്ടേ. സിറാത്ത് പാലത്ത്, അതേ സിറാത്ത് സേത്തുവട മുട്ട നീണ്ടിട്ട് ഞങ്ങൾക്ക് സമാധാന ചൊല്ലണ്ടേ. പേടിക്കണ്ട. റബ്ബി സല്ലിം റബ്ബി സല്ലിം റബ്ബി സല്ലിം എല്ലാരും ഉണ്ടാണ്ടത് ചിട്ടിക്കിടാറ്. അതേ യൗമ യഖൂമു റൂഹു വൽ മലായികത്തു സഫ്ഫൻ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാനു വഖാല സ്വവാബാ. മലക്കങ്ങ പോലും സ്വഫായിട്ട് നിന്നില്ലേ. ഒരാളും ഉണ്ടകുള്ള പവറുണ്ടാ. ലിമനിൽ മുൽക്കുല്ലോ ഇണ്ടത്തെ അധികാര ആറുക അധികാര കാട്ടിട്ട് നടന്നില്ലേ. ലിമനിൽ മുൽക്കുല്ലോ ഇണ്ടത്തെ അധികാര ആറുക ഒരാളും ഉണ്ടുള്ളല്ലേ മുസ്ലിമേ. ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ ഒരാളും അധികാര ഇല്ല. അതേ ഇന്റെ നണ്ട മോത്തുലുള്ള താടി ഒന്നൊന്ന് ബെൽക്കൊകുസുറായിട്ട് നോക്കിടങ്ങെല്ലാരും കേട്ടാറ്. അതേ താടി നിരക്കൊകുസുറായിത്താ നിറക്കൊണായതല്ലേ. നൗഫൽ സഖാഫി എപ്പോലും ഒരേപോലെ ഇന്നെങ്കാവാ. നൗഫൽ സഖാഫിയുടെ വാല് കേക്കടങ്ങ എപ്പോലും ഒരേപോലെ ഇന്നെങ്കാവാ. അല്ലാഹുവേ നമുക്കെല്ലാവർക്കും ചമ്മക്കാല ജീവിക്കണുണ്ട് ആശ ഉണ്ടു. ഇവിടെ നീ പൊരുത്തപ്പെടാത്തതാക്കി നടക്കുകല്ല, ഒരാളും മനസ്സു നൊമ്പലാക്കുകല്ല. ചമ്മക്കാല ഇൽമുലൊന്നു നടക്കണുണ്ട് ഒരാശ ഉണ്ടു. നിന്റെ നീണ്ട നൂറായ ഇൽമു ബെൽച്ചല്ലേ, അത് നിന്റെ പ്രകാശല്ലേ റബ്ബേ. ആ നിന്റെ നൂറായ ഇൽമു ചമ്മ ആൽമാരുക എത്തുവാട്ടണുണ്ട് ഒരാശ ഉണ്ടു. അധികം ഞങ്ങ മാത്രം വിചാരിച്ചെങ്ങ് മെയ്യാവാല. നിന്റെ ഭാഗത്ത് നീ നമുക്ക് ആഫിയത്ത് തരണു, ദീർഘായുസ് തരണു. ഈ സ്റ്റേജിലും ചമ്മ ഉസ്താദുമാറുള്ളാറ് നുപ്പാടെ ഉടെ ഇന്ന് പെർന്ന ഉസ്താദ് സമേത ഞങ്ങൾക്കെല്ലാവർക്കും നിന്റെ പൊരുത്തത്തിലായിട്ട് ഞങ്ങൾക്കും ഞങ്ങളെ ഉസ്താദുമാർക്കും ഞങ്ങളെ ശിഷ്യന്മാർക്കും ഞങ്ങളെ മക്കൾക്കും നീ അധികം നല്ല ആയുസ്സോടുകൂടെ ആഫിയത്തുള്ള ആയുസ് തന്നിട്ട് തൗഫീഖ് നിലനിർത്തല്ലാ. ഓ മുഅ്മിനേ, അണ്ടാർക്കും അധികാരയില്ല റബ്ബുക്ക് മാത്രം. അണ്ടാറും ഇല്ലാണ്ട് ചിന്തിക്കട ടൈമോലോ അതേ അക്തറുഹും അലയ്യ സ്വലാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നില്ല, ഇന്നാ ഉലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നണ്ടട്ടയാറ ബന്ധമുള്ളങ്ങാറ് അക്തറുഹും അലയ്യ സ്വലാത്ത്. നണ്ട മേലെ യാറ സ്വലാത്ത് ചൊന്നങ്ങാറ്. ഹദീസിലുണ്ടല്ലേ നാലുകൊരു ഇറിയ സ്വലാത്ത് ചൊല്ലറു ഉമ്മമാരെ. സുബൈകൊരു 10 സ്വലാത്ത്, ജാവുകൊരു 10 സ്വലാത്ത്. ഇമാം അതേ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുടെ ബിർദുൽ ലത്തീഫ് എടുത്തു നോക്കറു നിങ്ങ. അത് നാലുകും ഒരു ജണ്ടപട്ട ചൊല്ലത് നല്ല ഉമ്മമാരെ. ആ ബിർദുൽ ലത്തീഫില് പോലും അത് ബെർദക എവിടെങ്കിലും ചൊന്നു വെച്ച ദിക്റുകളല്ലേ. ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹീഹായ ഹദീസിൽ വന്ന ദിക്റുകളല്ലേ. അത് ഇമാം ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ക്രോഡീകരിച്ചില്ലേ. അതല്ലേ ബിർദുൽ ലത്തീഫ്. ആ ബിർദുൽ ലത്തീഫ് നാലുകൊരു ജണ്ടപട്ട ചൊല്ലറു ഉമ്മമാരെ. ഒന്ന് സുബഹി നിസ്കാരത്തെ പിന്നൊന്ന് ജാവുകൊന്നു ചൊല്ലറു. വലിയ കാവലുള്ളത് ഉമ്മമാരെ. നാനെന്റെ ലൈഫിൽ എപ്പോഴും സുബഹി നിസ്കാരത്തെ നാനതാ മുത്തല്ലിമീങ്ങു കിതാബ് ഓതി കൊടുക്കടതറമുന്നോലു ബിർദുൽ ലത്തീഫ് ഓതുര ഇണ്ടും ഓതിര. ചമ്മ ടൈം എന്തും വേണ്ട, ഒരു ചെറിയ ടൈമും മെയ്യല്ലേ.
ആ വിർദുൽ ലത്തീഫിൽ പോലും സ്വലാത്തുണ്ടല്ലേ, ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു. അത് 7 ബട്ട കൽഞ്ഞ പിന്നെ അതാ സ്വലാത്തുണ്ടു. എത്ര ബട്ട? 10 ബട്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുല്ലേ, 4 ഒരു ഇറിയ ബട്ട സ്വലാത്ത് ഓർത്ത ചൊന്നാണ്. സുബൈക്ക് ഒരു 10 സ്വലാത്ത്, പിന്നെ ജാവുക ഒരു 10 സ്വലാത്ത്. എങ്കിലതാ ഹല്ലത്തു ലഹു ഷഫാഅത്തി, ഹസലത്തു ലഹു ഷഫാഅത്തി. അവനുക്ക് നന്റെ ഷഫാഅത്ത് കിട്ടു കേട്ടോ, അവനുക്ക് നന്റെ ഷഫാഅത്ത് കിട്ടിത്ത് കേട്ടോ. ഈ ഹദീസ് റിപ്പോർട്ട് ആക്കിയിട്ട് മഹാന്മാര് ചൊന്നുല്ലേ, സ്വലാത്ത് ഇനി വേറെ പവരെന്തും നോക്കി നടക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്ത് ഖിയാമത്ത് നാളിലെ സ്വലാത്ത് കൊണ്ട് കിട്ടിയിട്ടായെങ്കിൽ ഇനി അതേ അത് മെയ്യാവും. സ്വലാത്ത് ഇനി വേറെന്തും പവർ വാല് ചൊല്ലണോട്ടില്ല, കേൾക്കണോട്ടില്ല. കാരണം മനുഷ്യകു മുഅ്മിനുകു ഏറ്റവും അഗത്യമുള്ളത് ഖിയാമത്ത് നാളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഷഫാഅത്തല്ലേ. ഇത് നാന് നണ്ടട്ടം നിങ്ങളട്ടം ചൊന്നിട്ടു. പാലക്കാർ റായത്തിലൊരു മറിപ്പ് നടന്നെങ്കിൽ ഞങ്ങളൊട്ടിക എപ്പോലും ഇന്നാല് കാല് പള്ളിയിൽ നിസ്കരിച്ചിട്ട് നീ നിന്റെ ബിസിറ പെറവുല് പോയെങ്കിൽ മെയ്യാവാ. ഇല്ല, നീനതാ നിക്കും ഒരു 4 പോകുണ്ടല്ലേ. അണ്ട് നിന്റെ കബുറ മുട്ട എല്ലാരും പറണ്ടേ. അങ്ങനാട്ടായെങ്കിൽ നിക്ക് നിന്റെ റായത്തില് നിക്കൊരു മുഖമുദ്ര വേണു എന്നോ അവണാറുകൊണ്ടുണ്ടാ. മുഹമ്മദ് ചൊന്നെങ്കാറ്, അബ്ദുള്ള ചൊന്നെങ്കാറ്, അബ്ദുറഹ്മാൻ ചൊന്നെങ്കാറ്, നൗഫല് ചൊന്നെങ്കാറ്. അത് 6 മർച്ചെങ്കിലോ എല്ലാ കൽഞ്ഞിട്ടേ അവണ് വാപ്പാസ് പണ്ടോ. നിസ്കാര കൽഞ്ഞിട്ട് ഓടുറവുണല്ല. അങ്ങനാട്ടായെങ്കിൽ നീന് മറിച്ചെങ്കിൽ നിന്റെ മയ്യത്ത് ഖബറില് ദഫനാക്കിട്ട് അല്ലാണ്ട് ആൽമാരെ നിന്റെ മയ്യത്ത് പാതില് വിട്ടിട്ടു ബറാല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നുല്ലേ, അങ്ങനെ മയ്യത്തറ പെറവുലേ പോണ്ടവണു ചൊന്നെങ്കിൽ മയ്യത്തൊട്ടിಗೆ പോണ്ടവണു. അവണ്ട നാൻ ഇഷ്ടപ്പെടുற, അവണു നണ്ട ഇഷ്ടപ്പെടുற. നാളെ ഖിയാമത്ത് നാളില് നണ്ടം നിണ്ടമൊന്ന് നോക്കുമ്പോ ഇതാറുലാ ഇങ്ങളെ റായത്തിലൊരു മറിപ്പ് നടന്നെങ്കിൽ ആ മയ്യത്തറ കബറില് ദഫനാക്കിടത്തോലും ഓണ് ഒട്ടിಗೆ മേയിക്കിട. ഓണ്ട് നാൻ ഇഷ്ടപ്പെടേണ്ടല്ലേ ചൊന്നുറോ അവണുക നണ്ട ഒരു ഷഫാഅത്ത് കൊടുക്ക. അങ്ങനത്തെ നല്ല നല്ല സ്വറാക്കിട്ട് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്ത് വെച്ചിട്ട് തങ്ങളെ ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിച്ചിട്ട് മരിക്കുക റെഡിയാവണു. സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ ഫർഹാൻ റളിയല്ലാഹു അൻഹു ആ മഹാനക്ക് അതേ ഒരു തേങ്ങട മറയിന്ത് ചരിത്രത്തില് കണ്ട് ആ മഹാന് ഒരു തേങ്ങട മറയിന്ത് സരളി കട്ടടങ്ങ ഗുമിക്കുവല്ലേ തേങ്ങട മറ. തേങ്ങട മറ ഉള്ളങ്ങ ഒന്ന് ഗമന വെച്ച് കേക്കോറു, അല്ലാത്തങ്ങും ഗമന വെച്ച് കേക്കോറു. സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ ഫർഹാൻ റളിയല്ലാഹു അൻഹു മഹാന് ഒരു തേങ്ങട മറയിന്ത്. വർഷത്തുക എത്തരമാ ബൊണ്ടാതലായോണ്ടിന്ത് തേങ്ങയായോണ്ടിന്ത്. ഒരു നാല് നോക്കുമ്പോ തേങ്ങയെടുക്കുക പേനായിട്ട് ഒരാളമർത്തുക പത്തിയപ്പാ. ഗ്രിപ്പ് തപ്പിട്ട മനുഷ്യ നിലത്തുക പൂന്തു. ഈ വിഷയ സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ ഫർഹാൻ തങ്ങു കിട്ടിയപ്പാ മഹാനക മനസ്സു നൊമ്പലായി പോയിട്ട് റബ്ബേ നണ്ട തേങ്ങട മറ, നണ്ട തേങ്ങട മറ കാരണായിട്ട് നിന്റെ ഒരു അടിമട തടിക നൊമ്പലായി പോയിത്തല്ലേ. ഇനി നക്കങ്ങനത്തെ തേങ്ങട മറ വേണ്ട. സഹ്ലു ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ ഫർഹാൻ റളിയല്ലാഹു അൻഹു
ഒരേ ഒരു ദുആ, അല്ലാഹുമ്മ ഐബിസ്ഹാ. ഇനി നക്കാ തേങ്ങയുടെ മറ വേണ്ട, നീനത് ഉണക്ക് പാട്ടി വിടു അല്ലാ, ഉണക്കി വിടു അല്ലാ. സഹൽ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നുൽ ഫർഹാൻ തങ്ങളെ ദുആ കൊണ്ടിട്ടു. ആ തേങ്ങയുടെ മറ ഉണങ്ങി പോയിട്ട് പാടി പോയിട്ട് അത്രത്തോലും എല്ലാ വർഷവും ആ മരത്തിലെ ചെമ്മ ബൊണ്ടങ്ങ തേങ്ങായോണ്ടിന്ത്. പിന്നെ മഹാന്റെ ദുആടെ പിന്നെ ആ മരത്തിലൊരു തേങ്ങമായിട്ടില്ല, ഒരു ബൊണ്ടുമായില്ല. അതേ സ്വന്തം നണ്ട ഒരു തേങ്ങയുടെ മറ കാരണം ഒരാള് കീല് പൂന്തല്ലേ നക്കിനി ആ മറ വേണ്ടാണ്ട് തീരുമാനിച്ച മഹാൻ അങ്ങെല്ലാരും വലിയ സ്ഥാനത്ത് എത്തുന്ന കാരണം എന്തുകൊണ്ടു? അങ്ങനെ കൽബ് ക്ലിയർ ഉള്ളതുകൊണ്ടു. ആ കൽബ് ക്ലിയർ ആക്കണു. താജുൽ ഉലമ തങ്ങ അതെല്ലാം ചൊന്നു ഇന്ന്, എടാ ദീർഘായുസിന് വേണ്ടി ദ്വാർക്കണ്ട, കൽബ് പ്രകാശിച്ച് മരിക്കണം, മരിഫത്ത് കിട്ടി മരിക്കണം. ആ കൽബ് പ്രകാശിക്കട സ്വറായിട്ടിക്കട എല്ലാരും ആക്കണായത്. അത് ഞാൻ എന്റെ തടിടൊട്ടം നിങ്ങളൊട്ടം ചൊന്നിട്ടു, ഞാൻ എന്റെ ഇണ്ടത്തെ വാലു നിപ്പാട്ട അർഹമുർറാഹിമീനായ അല്ലാ, ഈ സദസ് നീ ഞങ്ങത് കാരണാക്കിത്ത അല്ലാ. മരിക്കിടമുന്നോലും നീ ഞങ്ങളെ കൽബ് പ്രകാശിപ്പിക്കു റഹ്മാനേ. ആ പ്രകാശിക്കട കൽബോടുകൂടെ നിന്റെ മുട്ട പറകുള്ള തൗഫീഖും അതകതക്കത്തെ ഒരു നല്ല തഖ്വത്തുലായിട്ടുള്ള ഒരു ജീവനവും നീ ഞങ്ങൾക്കെല്ലാവർക്കും താ അല്ലാഹ്.